കുറച്ച് നാൾ മുമ്പ് ഞാൻ KSFയിൽ ചേർന്നിട്ടുള്ള ഒരു ചിട്ടിയിൽ ഞാൻ ഏകദേശം 20 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ 1 കോടിക്ക് മുകളിലുള്ള ഒരു തുകയ്ക്ക് പല ടൂറുകൾ പോവാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. റുപ്പിമംഗിന്റെ ചാനല് കണ്ടിട്ടുള്ളവര് മിക്കവാറും നമ്മളൊരു പ്രത്യേക വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 25,000 രൂപ വെച്ച് 100 മാസത്തേക്കുള്ള ഒരു ചിട്ടിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ രീതിയിൽ മുടക്കച്ചിട്ടിയായിട്ട് ഞാനൊരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ 2 വർഷം മുൻപാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചേർന്നതെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങാൻ പോകുന്ന ഒരു വീടിന്റെ സ്ഥലം വാങ്ങുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട് വീട് പണിയുന്നതിനും വേണ്ടിയിട്ടാണ്. പക്ഷേ എങ്ങനെയോ എനിക്ക് ആ വീട് വാങ്ങാനും സ്ഥലം വാങ്ങാനും വീട് പണിയാനും ഉള്ള പണം നമുക്ക് മറ്റുള്ള കുറച്ച് സോഴ്സുകൾ വഴി നമുക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചിട്ടി ഞാൻ മറ്റൊരു കാര്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പോവാണ്. അത് മറ്റൊന്നുമല്ല, അടുത്ത ഒരു 10-15 കൊല്ലം കൊണ്ട് 1 കോടിയിൽ കൂടുതൽ രൂപ ചെലവ് വരുന്ന കുറച്ച് വിനോദയാത്രകൾക്ക് പോകുന്നതിനായിട്ട് ഒരു ടൂർ ഫണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെയാണത് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പല ആളുകൾക്കും ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. ഏപ്രിൽ 7, 2023 25,000 രൂപ വെച്ച് 100 മാസം അടയ്ക്കുന്ന ഒരു KSF ചിട്ടിയിൽ 34ാമത്തെ നറുക്കായിട്ട് 6,43,850 രൂപ ആദ്യം അടച്ചുകൊണ്ട് ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചിട്ടിയിൽ ജോയിൻ ചെയ്തു. സബ്സ്റ്റിറ്റ്യൂഷൻ ചിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? KSFയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിട്ടിയിൽ അതിന്റെ പകുതി വരെ ആയിട്ടുള്ള ഒരു ചിട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ആളുകളുടെ അവരടച്ച തുക തിരികെ കൊടുക്കുകയും ആ ആൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരം ചിട്ടി രീതിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചിട്ടി എന്ന് പറയും. നമ്മൾ മറ്റൊരാളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തുടർന്ന് നടക്കുകയാണ്. ഏകദേശം 8.5 ലക്ഷം രൂപ ആണ് 34 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് തുകയായിട്ട് വരിക. പക്ഷേ ഞാൻ വെറും 6,43,850 രൂപ മാത്രം അടച്ചുകൊണ്ട് ചേർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ എനിക്ക് ഏകദേശം 2 ലക്ഷം രൂപ ലാഭം കിട്ടി. ആദ്യമേ ചേർന്ന ആൾക്ക് കൊടുക്കേണ്ട ലാഭം എനിക്ക് ഒറ്റയടിക്ക് കിട്ടി എന്ന് ചുരുക്കം. അതിനുശേഷം ഏകദേശം 2 വർഷം ഞാൻ ഈ ചിട്ടി അടയ്ക്കുകയുണ്ടായി. 4,84,670 രൂപ ഞാൻ ഇതുവരെ അടച്ചു. അതായത് ഇതുവരെ 11,28,520 രൂപ ഞാൻ ഈ ചിട്ടിയിൽ അടയ്ക്കുകയുണ്ടായി. ഇപ്പൊ ഏകദേശം 60 ഇൻസ്റ്റാൾമെന്റ് ആയി. ഈ ചിട്ടി ഞാൻ ഈ അടുത്ത് നമ്മളുടെ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ പിറ്റേ ദിവസം ഞാൻ ഈ ചിട്ടി വിളിച്ചെടുത്തത് മറ്റൊന്നിനുമല്ല, ഈ ചിട്ടി ഇനി കൂടുതൽ നമ്മൾ അവിടെ നിർത്തിയത് കൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഇല്ല. ചിട്ടി നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് വിളിച്ചെടുത്ത് നമ്മളുടെ കാര്യങ്ങൾ നടത്തുന്നതിനായിട്ടുള്ള ഫണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ഒരു കടം തീർക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് ചിട്ടി ഉപയോഗിക്കും. പക്ഷെ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ഒരു പൈസ ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ വഴിയെ പറയാം. ഞാൻ 5,06,000 രൂപയ്ക്കാണ് ഈ ചിട്ടി വിളിച്ചെടുത്തത്. അതായത് 25 ലക്ഷത്തിൽ നിന്ന് 5,06,000 രൂപ കിഴിവിനാണ് വിളിച്ചെടുത്തത്. അതുകൂടാതെ 1,4 ലക്ഷം രൂപ ചിട്ടിയുടെ കമ്മീഷനായിട്ടും അതുപോലെ അതിന്റെ 18% അതിന്റെ GST ആയിട്ടും 200 രൂപ അവരുടെ ഡോക്യുമെന്റേഷൻ ചാർജുമായിട്ടും നമുക്ക് നഷ്ടം വരും. അതായത് 19,71,100 രൂപ എനിക്ക് കയ്യിൽ കിട്ടും. 25 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ നിന്ന് 19,71,000 രൂപ എനിക്ക് കിട്ടും. ഈ ചിട്ടിയിൽ ഇനി 40 ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുണ്ട്. 40 ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25,000 രൂപ വെച്ച് 40 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ ഇനിയും KSFക്ക് നമ്മൾ കൊടുക്കാനുണ്ട്. പക്ഷെ അത് എൻ്റെ മറ്റ് 2 ചിട്ടികൾ തീർന്നത് കൊണ്ട് ആ ചിട്ടികൾക്ക് ഞാൻ അവിടെ വെച്ചിട്ടുള്ള ജാമ്യങ്ങൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായത്. ഏകദേശം 5,40,000 രൂപയുടെ സ്വർണം അവിടെ നമ്മൾ മറ്റ് ചിട്ടികൾക്കായിട്ട് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് 5,40,000 കുറച്ചു കഴിഞ്ഞാൽ 4,60,000 രൂപ ഞാൻ അവിടെ ചിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ 9% ഇൻട്രസ്റ്റിന് അവിടെ ഇട്ടു. ബാക്കി തുകയായിട്ടുള്ള 15,10,000 രൂപ എനിക്ക് കയ്യിൽ കിട്ടുകയുണ്ടായി. അപ്പൊ ഞാൻ ഈ ചിട്ടി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ അടച്ചിട്ടുള്ള തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11,28,000 സംതിങ് ആണ്. ഇനി അടുത്ത ഒരു 40 ഇൻസ്റ്റാൾമെന്റിൽ ഈ 10 ലക്ഷത്തിന് പകരം ചിലപ്പോൾ ഒരു 9,38, 9,40 ഒക്കെ റേഞ്ചിൽ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ ടോട്ടൽ ഞാൻ അടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,66,000 രൂപയാണ്. പക്ഷെ എനിക്ക് കിട്ടുന്നത് 19,71,000 രൂപ മാത്രമാണ്. അതായത് എനിക്കിപ്പോ ഈ ചിട്ടിയിൽ ഈ പൈസ ഞാൻ മറ്റൊന്നിനും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് 95,000 രൂപ നഷ്ടമാണ്. പക്ഷെ അത് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ അത് ഒരു ടൂർ ഫണ്ടാക്കിയിട്ട് മാറ്റാൻ പോവാണ്.
കാരണം എന്താ, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ചിട്ടി ഞാൻ ചേർന്നതിൻ്റെ ആവശ്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി പൂർത്തീകരിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇതൊരു ടൂർ ഫണ്ടാക്കി മാറ്റാനായിട്ട് പോവാണ്. ടൂർ ഫണ്ടാക്കി മാറ്റുന്നത് ഞാൻ മ്യൂച്വൽ ഫണ്ടുകൾ ഉപയോഗിച്ചാണ്. മ്യൂച്വൽ ഫണ്ടിന്റെ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളും ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ടുകളും അതുപോലെ ഒരു ഇൻഡെക്സ് ഫണ്ടും ഉപയോഗിച്ചാണ് ഞാൻ ഇതിനെ ഒരു ടൂർ ഫണ്ടാക്കി മാറ്റുന്നത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ വെച്ചിട്ട് ഓരോ ഫണ്ടിലും ഓരോ ലക്ഷം രൂപ വെച്ച് 3 ലക്ഷം രൂപ 5 പ്രാവശ്യമായിട്ട് 5 തവണകളായിട്ട് ഞാൻ ഈ ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ടിലും ഈ ഇൻഡെക്സ് ഫണ്ടിലും നിക്ഷേപിക്കുകയാണ്. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ എനിക്ക് ഓൺ ആൻ ആവറേജ് ഒരു 12% ഒക്കെ നേട്ടം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 4.5 ലക്ഷം രൂപ KSFIയിൽ ഞാൻ FD ആയിട്ട് ഇട്ടിട്ടുള്ളതിൽ നിന്ന് 9% ലാഭവും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 11.25% ഒക്കെ എനിക്ക് ലാഭം എനിക്ക് ആവറേജ് മന്ത്ലി കിട്ടാനുള്ള ആവറേജ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള റിട്ടേൺ ആണ്. കാര്യമായിട്ടുള്ള റിസ്ക് ഒന്നും എടുക്കാതെ ഞാൻ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ 1 കോടി രൂപയൊക്കെ ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ട്രാക്ക് റെക്കോർഡുകൾ കാണിക്കുന്നത്. ഞാൻ ഈ ഫണ്ടുകളിൽ ഒരു പ്രത്യേക രീതിയിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1 കോടി രൂപയിലേക്കൊന്നും എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ 1 കോടി രൂപയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അന്ന് നമ്മൾ ടൂർ പോകാമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ 20 ലക്ഷം രൂപ എനിക്കിപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു 20 ലക്ഷത്തിനടുത്തുള്ള തുക എന്ന് 25 ലക്ഷം രൂപയാവുന്നോ അന്ന് അതിൽ നിന്ന് 5 ലക്ഷം രൂപ പിൻവലിക്കുകയും ഞങ്ങളുടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മളുടെ ഒരു സ്ട്രാറ്റജി. ആ ബാക്കിയുള്ള തുക നമ്മൾ അവിടെ തന്നെ ഇടും, വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും. 20-25 ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും അടുത്ത ട്രിപ്പ് പോകും. ഇപ്പോഴത്തെ ഒരു മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു രീതി അനുസരിച്ച് ഒന്നിടവിട്ട കൊല്ലങ്ങളിൽ എനിക്ക് ഈ 5 ലക്ഷം രൂപ വെച്ചതിൽ നിന്ന് ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അടുത്തൊരു 10-15 വർഷം കൊണ്ട് എനിക്ക് ഈ ഫണ്ടിൽ നിന്ന് ഇങ്ങനെ 5 ലക്ഷം പിൻവലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ തുക, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള തുക പിൻവലിച്ചുകൊണ്ട് എനിക്ക് ഒരു 10-15 ടൂറെങ്കിലും പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ കാൽക്കുലേഷൻ വെച്ച് നോക്കിയിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ കാൽക്കുലേഷന്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഹിസ്റ്റോറിക്കൽ കാൽക്കുലേഷൻ എന്നൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഇമെയിൽ ID ഈ ഹിസ്റ്റോറിക്കൽ കാൽക്കുലേഷൻ ഷീറ്റ് ഒന്ന് അയച്ചു തരാൻ ശ്രമിക്കാം. ഇതാണ് നമ്മുടെ ഒരു ബേസ് ആയിട്ടുള്ള പ്ലാൻ. ഇനി ഇതിൽ ഒരു 2 പ്രോ ടിപ്പും കൂടെ പറഞ്ഞു തന്ന ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാന്ന് വരുന്നു. ഒന്നാമത്തെ പ്രോ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെല്ലാം തന്നെ എൻ്റെ പേരിൽ അല്ല. ബേസിക്കലി ഈ ചിട്ടി എൻ്റെ വൈഫിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരുടെ പേരിലായിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തിടുന്നത്. ഈ 15 ലക്ഷം രൂപയിൽ ആവറേജ് 5 ലക്ഷം രൂപ മാത്രമേ ഒരാളുടെ പേരിൽ ഇൻവെസ്റ്റ് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പിൻവലിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് കൊടുക്കേണ്ട ടാക്സ് 3 പേരുടെ പേരിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, ടാക്സിന്റെ ലയബിലിറ്റി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ പ്രോ ടിപ്പ്. അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേരിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിടുക എന്നുള്ള രീതി നന്നായിരിക്കും. രണ്ടാമത്തെ പ്രോ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്ലാനുകൾ സമയത്തിനനുസരിച്ച് മാറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വർഷത്തെയോ അതിന്റെ മുമ്പത്തെ വർഷത്തെയോ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിട്ടി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫണ്ട് കിട്ടുകയും വീട് പണി നടത്താനുള്ള കാര്യങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കാര്യങ്ങൾ നടക്കുമെന്നായപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ ഓൾട്ടർ ചെയ്തു. ആ പ്ലാൻ നമ്മളുടെ ആവശ്യങ്ങളും മറ്റുള്ള ആവശ്യങ്ങളുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചു. നമ്മളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു ഗോളിലേക്ക് നമ്മൾ അതിനെ ചാനലൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പ്ലാൻ ഉണ്ടാക്കി എന്ന് കരുതി ലോകാവസാനം വരെ നമ്മൾ ആ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതിന് പകരമായിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ അവസ്ഥയ്ക്കും ഫിനാൻഷ്യൽ ഗോളുകൾ മാറുന്നതിനും അനുസരിച്ച് നമ്മളെ പ്ലാനുകൾ മാറ്റണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോ ടിപ്പ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനുകൾ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടേഷൻ നടത്തുന്നതിനായിട്ടും, നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാൻ കൃത്യമായിട്ടാണോ പോകുന്നതെന്ന് റിവ്യൂ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമ്മുടെ ഒരു സർവീസ് അവൈലബിൾ ആണ്. അതിന്റെ പേര് റുപ്പി മങ്കിന്റെ ആസ്ക് റുപ്പി മങ്ക് സർവീസ് എന്നാണ്. വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും.